ഹായ്, എവിടെ പോണു? ഇന്നിവിടെ ഒരു ബാഗ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീതി എത്രയാണെന്ന് നോക്കാം. വീതി നമുക്ക് ഒരു 5.5 ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട്. 5.5 ഇഞ്ച് വീതി. നീളം നോക്കട്ടെ. നീളം 15, 15, 11, 15, 11, 26 ഇഞ്ചിൻ്റെ നീളത്തിലുള്ളൊരു ഷീറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. 5.5 ഇഞ്ച് വീതി. എന്നിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ഒന്നുകൂടി ഇതിനകത്തോട്ടൊന്ന് മടക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മൾ പണ്ട് ഓലയ്ക്കാലിലൊക്കെയാണ് വാച്ചൊക്കെ ഉണ്ടാക്കി കയ്യിൽ കെട്ടുമായിരുന്നു കുഞ്ഞിലെ. ഓലയിലെ പന്ത് അമ്മമാരും എല്ലാം ഓലയിലെ പന്തൊക്കെ ഉണ്ടാക്കിത്തരും. അതേപോലെ നമുക്ക് പേപ്പറിൽ നമുക്ക് ഇപ്പോഴത്തെ ഓലയൊക്കെ കിട്ടാൻ പാടായതുകൊണ്ട് പേപ്പറിൽ നമുക്ക് വാച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ നമുക്ക് ഇത് അളന്ന് നോക്കാം. ഇത്രയും ഭാഗം നമുക്കൊന്ന് മടക്കണം. ഒരു 6 ഇഞ്ച് മടക്കിയെടുക്കാം. ഒരു 6 ഇഞ്ച് മടക്കിയെടുത്തിട്ടുണ്ട്. 6 ഇഞ്ച് മടക്കിയെടുത്ത് നേരെ ഒന്ന് മടക്കുക. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ഇങ്ങനെയുണ്ട്. ഈ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. ഈ മടക്കി വരുമ്പോൾ ഇവിടെ ഒന്ന് ചേർത്തൊന്ന് മടക്കി കൊടുക്കാം. അവിടെ ഒരു എൻഡ് വരാൻ പാടില്ല. അങ്ങനെ ഇങ്ങനെ മടക്കിയാണ് വീണ്ടും നമുക്ക് ഒന്നുകൂടെ മടക്കാം. ഒന്ന് ചേർത്ത് വയ്ക്കാം. ഇതിനെ ഒന്ന് ചേർത്ത് വയ്ക്കാം. ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് ഇങ്ങനെ ഇവിടെ കൂടെ എടുത്തിട്ട് ഇതിലേക്ക് ഇപ്പുറത്ത് കൊണ്ടുവന്ന് നമുക്ക് ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്ത് പശ വച്ച് ഒട്ടിക്കണം. നമുക്ക് ഇവിടവും പശ വെച്ച് ഒട്ടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടവും കൂടെ ഒന്ന് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയും നീളമൊന്നും നമുക്ക് വേണ്ടി വരില്ല. പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ പശ വെച്ച് ചേർത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ ഇതിനകത്തൂടെ വച്ചു കൊടുക്കുക. അതുകൊണ്ട് ഇതിന് അടിവശത്തൂടെ പുറമോ വച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അടിവശത്തൂടെ വെച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഇതേപോലെ എടുക്കുക. ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇതിങ്ങനെ ഒരു ഇരുമ്പ് തുണ്ട് അല്ലെങ്കിൽ പേന എന്തെങ്കിലും വെച്ച് നമ്മളൊരു ഓപ്പൺ സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. വാച്ചായോ? ഇനി നമുക്കിവിടെ ഒരു കണ്ണൊക്കെ എഴുതി വയ്ക്കാം. ഒരു പൂച്ചയുടെ ഒരു അടയാളമൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം.
ഇവിടെ ഒരു പൂച്ചയുടെ കണ്ണും മൂക്കും വരച്ചു കൊടുക്കുക. ഇഷാൻ, How the goat is beauty. How the bad goat is magic. Hey, stop please. Scratch, scratch, scratch. Scotty, Scotty, Scotty. ആ ചെയ്തോ? ഇത് വലിയ കുട്ടികൾക്ക് കണക്കാവണം. നമുക്കിത് അല്പം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ. നമുക്ക് വെക്കേഷന് ഇതേപോലെ ഓരോ ക്രാഫ്റ്റ് ഉണ്ടാക്കി അടിച്ചു പൊളിക്കാം അല്ലേ? അതെ. താങ്ക് യു. Thank you.